പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അതുമുട്ടോളം പോരായേ, അരയോളം പോരായേ, അതുമുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ യേശുവേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ അപ്പായേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ, 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 അളവില്ലാതെന്നിൽ നിറയണമേ. ഓ, അളവില്ലാതെന്നിൽ നിറയണമേ യേശുവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32 അധ്യായം 15 വചനം ഇങ്ങനെ പറയുന്നു: ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ, അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉയരത്തിൽ നിന്ന് വരുന്നൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. അപ്പം തന്നെ ആ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ അകത്തുണ്ട്. ദൈവവിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളാണ് നിങ്ങളെന്ന് അറിയുന്നില്ലേ? നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവം നമ്മുടെ അകത്താണ് വസിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പോൾ തന്നെ ഉയരത്തിൽ നിന്നൊരു ശക്തി, അത് യേശു കർത്താവ് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകരുന്നു. യോഹന്നാൻ പറയുകയാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിയും. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവാം ദൈവം വ്യക്തി വാസം ചെയ്യുമ്പോൾ തന്നെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരപ്പെടും. എന്തിനാണത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ, നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ, പരിശുദ്ധാത്മാവ് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 10:6 പറയാണ്, യഹോവയുടെ ആത്മാവ് അതിശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ അവർ മതം മാറുകയല്ല. വാസ്തവമായി ദൈവം അവരുടെ ഉള്ളിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോൾ അവർ നല്ല വ്യക്തികളായി മാറുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ബലങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹം, സന്തോഷവും സമാധാനവും അങ്ങനെയുള്ള ബലങ്ങളാണ്. ഒരാളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ശക്തി നമ്മുടെ മേൽ പകരപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ മേൽ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ശക്തി നമ്മുടെ മേൽ പകർന്നു എന്നാണ് അർത്ഥം. സന്തോഷിക്കാൻ കഴിയുന്ന, ഏത് പ്രതികൂല സാഹചര്യത്തിലും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ശക്തി നമ്മുടെ മേൽ പകർന്നു. അപ്പോൾ കാലാവസ്ഥ മാറുന്നത് പോലെ
ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ മാറാറുണ്ട്. ആത്മാവുമായിട്ടുള്ള ബന്ധം, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയാണ്, ആത്മാവ് വെള്ളത്തിന് മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പം അവിടെ ദൈവം എന്താ ചെയ്യുന്നത്? ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ കർത്താവ് പറയാണ്, വെളിച്ചം ഉണ്ടാവട്ടെ. അവിടെ വെളിച്ചം ഉണ്ടാകുകയാണ്. ഒരു വലിയ പ്രവൃത്തി ആത്മാവ് നമ്മുടെ മേൽ ആവസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് എൻ്റെ മേലും നിങ്ങളുടെ മേലും ആവസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരുമ്പോൾ അവിടെ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഇവിടെ ഈ ഭാഗത്ത് അതാണ് പറയുന്നത്, ഉയരത്തിൽ നിന്ന് ആത്മാവ് നമ്മുടെ മേൽ പകരുവോളം തന്നെ. കർത്താവായ യേശു ക്രിസ്തു താൻ പരസ്യ ശുശ്രൂഷയുടെ അവസാന കാലങ്ങൾ ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാരുടെ അരികിൽ പ്രത്യക്ഷനായി അവരോട് ഇങ്ങനെ പറഞ്ഞു. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം 49-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവായ ദൈവം വന്ന് വസിക്കുന്നത് പോലെ തന്നെ ആത്മാവ് നമ്മുടെ മേൽ വരും. ആത്മാവ് നമ്മുടെ മേൽ അയക്കും. എന്നിട്ട് പറയാണ്, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ തന്നെ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ഉയരത്തിൽ നിന്നൊരു ശക്തി പ്രാപിക്കുന്നിടം വരെ നിങ്ങൾ നഗരത്തിൽ പാർക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ നമുക്കൊരു നല്ല വ്യക്തിയായി തീരാൻ കഴിയത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരാം. ശിഷ്യന്മാരോട് പറയുന്നതാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കും. കാര്യം പരിശുദ്ധാത്മാവോടുകൂടെ മാത്രമേ യേശുവിനെ വാസ്തവമായി സാക്ഷിയായി തീരാനോ പ്രസംഗിക്കാനോ കഴിയുള്ളൂ. അപ്പം അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ 4-ാം വാക്യത്തിൽ പറ, അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പിതാവിൻ്റെ വാഗ്ദത്തം എന്താണ്? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ്, യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഞാൻ പിതാവിൻ്റെ അടുത്ത് പോകുമ്പം ഞാൻ പിതാവിനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കൂട്ടിനായി തരും. ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവം എനിക്ക് നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട്, നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മേൽ ദിനംതോറും ഈ അഭിഷേകം പകരപ്പെടണം. ഇത് ദിനംതോറും പകരപ്പെടുമ്പോഴാണ് നമ്മൾ പുതിയ സൃഷ്ടിയായി മാറുന്നത്, നമ്മൾ രൂപാന്തരപ്പെടുക. ഇവിടെ പറയാണ്, എന്നിട്ട് പറയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ തന്നെ നമ്മുടെ മേലൊരു ആത്മപകർച്ച ഉണ്ടാകുക. നിങ്ങളുടെ മേൽ ശക്തി വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാവും. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ പിന്നാലെ വരാം. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിൻ്റെ 32-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുവോളം തന്നെ. അതുവരെയുള്ളൂ പ്രശ്നങ്ങൾ, അതുവരെയുള്ളൂ നിങ്ങളുടെ മുമ്പിൽ വിഷയങ്ങൾ. ഇവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. 1-2 വാക്യങ്ങൾ അത് വായിക്കാം. എൻ്റെ ജനത്തിന് ദേശത്ത് ഇവിടെ സന്തോഷ ഭവനങ്ങളിലൊക്കെ അങ്ങനെ സമൃദ്ധിയിലും അനുഗ്രഹത്തിലിരിക്കുമ്പോൾ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പരക്കാലയും മുളയ്ക്കും. അങ്ങനെയൊക്കെയുള്ള എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാം തകർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. അരമനകൾ ഉപേക്ഷിക്കപ്പെടും, ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും, കുന്നും കാവൽ മാളികയും സദാകാലത്തേക്ക് ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻ കൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറങ്ങളുമായി തീരും. എല്ലാം ഒരു നഷ്ടപ്പെട്ട അവസ്ഥയെക്കുറിച്ച്, അത് മൊത്തമായി ഞാൻ വായിച്ചില്ല, ആ അധ്യായം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. മുഴുവൻ അതേത് സമയം വരെയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഈ തകർച്ച. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ മാറുന്ന ദിനമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം നിയന്ത്രിക്കപ്പെടും. ഇവിടെ പറയാണ്, ഉയരത്തിൽ നിന്ന് ആത്മാവ് നമ്മുടെ മേൽ പകരുവോളം. ഇപ്പം നമുക്കറിയാം, ആത്മാവിനെ പഴയ നിയമത്തിൽ പറയുന്ന ആത്മാവ് എന്ന് പറയുന്നത് എബ്രായ ഭാഷയിൽ റൂഹാക്ക് എന്നാണ്, പരിശുദ്ധാത്മാവിനെ പറയുന്നതാണ്. റൂഹാക്ക് എന്ന് പറഞ്ഞാൽ 1 ദൈവത്തിൻ്റെ തേജസ്സാണ്, 2 അതിൻ്റെ അർത്ഥം കാറ്റെന്നാണ്, 3 ആത്മാവ്. ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കർത്താവ് പകരുമ്പോൾ അത് പകരുന്നിടം വരെ ഉള്ളൂ. ആത്മാവ് നിങ്ങളുടെ മേൽ പകരുന്നത് വരെ ഉള്ളൂ വിഷയം.
ആത്മാവ് ഇന്ന് നമ്മുടെ മേൽ പകരുമ്പോൾ ആ നിരാശ മാറിപ്പോവും, ആ ഭയം മാറിപ്പോവും, ആ സാഹചര്യങ്ങൾ മാറും, നാം പ്രവചിക്കുന്നവരായി മാറും, നാം പുതു സൃഷ്ടികളായി രൂപാന്തരപ്പെടും. ഇവിടെ അതാ പറയുന്നത്, അവിടെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി മാറും. ഇന്ന് കർത്താവിനോട് എന്ന് പറഞ്ഞ, കർത്താവ് എൻ്റെ മേൽ ആ ആത്മാവിനെ പകർന്ന് എൻ്റെ അകത്ത് കർത്താവ് വന്നതിനായി സ്തോത്രം. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മേൽ ആത്മാവ് ഒന്ന് പകരപ്പെടണേ എന്ന് പറഞ്ഞു. പകർന്നാൽ എന്താ സംഭവിക്കുന്നത്? മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ജനപ്പാർപ്പില്ലാത്ത സ്ഥലം, ഒന്നും സമൃദ്ധിയൊന്നുമില്ല, വെള്ളമില്ല, മരുഭൂമിയാണ്, പച്ചിലയില്ല, ഒരു എന്താ തളിർപ്പില്ല, സമൃദ്ധിയില്ല, മരുഭൂമി. ആ മരുഭൂമി എന്തുവാകും? ഉദ്യാനമാകും. ആരും ചെല്ലാത്തൊരു സ്ഥലം ഉദ്യാനമായി മാറും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്താൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നാൽ, മദർ തെരേസയുടെ മേൽ വന്നപ്പോൾ കോടിക്കണക്കിന് ആളുകളെ വിടുവിക്കുന്നൊരു വ്യക്തിയായി മാറി. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലും പകരപ്പെടട്ടെ, പുതിയ സൃഷ്ടികളായി മാറട്ടെ. അപ്പോൾ തന്നെ മരുഭൂമി നമ്മുടെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ ഉദ്യാനമായി മാറും. ഉദ്യാനം വനമായി എണ്ണപ്പെടും. നിർജ്ജനമായ സ്ഥലം, അത് ഉദ്യാനവും ഒരു വനമായി മാറുമെന്ന്. ഒരു വൃക്ഷങ്ങളും വളരാത്ത സ്ഥലം. യെസ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു. ആ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുന്ന മേൽ വ്യാപരിക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ മരുഭൂമിയെ മലർവാടിയാക്കും. ആ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണേ. ഞങ്ങളുടെ മരുഭൂമി സമാനമായ വിഷയങ്ങൾ മലർവാടി ഉദ്യാനമാകും. ഉദ്യാനം അത് വനമായി മാറട്ടെ. എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. അപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പുനനാമത്തിൽ പിതാവേ, ആമേൻ. അതുമുട്ടോളം പോരായേ, അരയോളം പോരായേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. യേശുവേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അതുമുട്ടോളം പോരായേ, അരയോളം പോരായേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. യേശുവേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അപ്പായേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ.